Good evening, students. ഇന്ന് നടന്നിരുന്ന ഫാർമസ്റ്റൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. അതിൽ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് അതുപോലെ സീഡ് ടെക്നോളജി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സിലെ 10 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ കോമ്പിനേഷൻ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, for explaining law of segregation, we have to consider at least 2 characters at a time. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, law of independent assortment will not hold good if chromosomal locations of considering characters are situated very close to each other. അപ്പൊ ഇത് രണ്ടും നമ്മുടെ മെൻഡൽസ് ലോയില് ലോ ഓഫ് സെഗ്രിഗേഷനും അതുപോലെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സ്പ്ലെയിനിങ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇപ്പൊ നമ്മൾ ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചിട്ടുണ്ട്. അത് മോണോഹൈബ്രിഡ്സിലാണ് നമ്മൾ ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യാരക്ടേഴ്സ് മാത്രമേ അറ്റ് എ ടൈം എടുക്കുന്നുള്ളൂ. ലോ ഓഫ് സെഗ്രിഗേഷനിൽ പറയുന്നത് 2 ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന പ്രോജനീസിൽ ഈ ക്യാരക്ടേഴ്സ് ഓരോ ഗ്യാമേറ്റ്സിലും സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലോ ഓഫ് സെഗ്രിഗേഷനിൽ. സോ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ലോ ഓഫ് സെഗ്രിഗേഷനിൽ 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ ഒരു ക്യാരക്ടേഴ്സ് മാത്രമേ ലോ ഓഫ് സെഗ്രിഗേഷനിൽ പറയുന്നുള്ളൂ. അതായത് ഒരു ക്യാരക്ടർ അത് സെഗ്രിഗേറ്റ് ചെയ്ത്, അതായത് അതിന്റെ ഗ്യാമേറ്റിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നതാണ് ലോ ഓഫ് സെഗ്രിഗേഷനിൽ പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് 2 ക്യാരക്ടേഴ്സ് നമ്മൾ അറ്റ് എ ടൈം എടുക്കുമ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയുന്നത്, അതായത് 2 ക്യാരക്ടേഴ്സും എന്ത് ചെയ്യുന്നത്, അസോർട്ട് ചെയ്തിട്ട് അടുത്തൊരു ജനറേഷനിലേക്ക് പോകുന്നതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിലേക്ക് പോകുന്നത്. ആ അസോർട്ട്മെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് 2 ഗ്യാമേറ്റിലേക്കും പോകുന്നതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വിൽ നോട്ട് ഹോൾഡ് ഗുഡ് ഇഫ് ക്രോമസോമൽ ലൊക്കേഷൻസ് ഓഫ് കൺസിഡറിംഗ് ക്യാരക്ടേഴ്സ് ആർ സിറ്റുവേറ്റഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ ഒരു വേരിയേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ലിങ്കേജ് ആണ്. അതായത് ഒരു ക്രോമസോമിനുള്ള 2 ക്യാരക്ടേഴ്സും വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലിങ്കേജ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രക്രിയ ഉണ്ടാവും. ആ ഒരു ലിങ്കേജ് ഉള്ളത് കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അത് രണ്ടും ലോ ഓഫ് സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണത് വിച്ച് ആർ ദ ട്രൂ റിഗാർഡിങ് മ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ മ്യൂട്ടേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ മ്യൂട്ടേഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ഓഫ് വേരിയേഷൻ. അതെ, മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ വേരിയേഷൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വേരിയേഷൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ മ്യൂട്ടേഷൻ, അതായത് എന്താ പറയാ, വേരിയേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവണമെങ്കിൽ, സഡൻ ആയിട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് സാധിക്കും. അതുപോലെ ഇറ്റ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ബോത്ത് ജീൻ ആൻഡ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി. ഓഫ്കോഴ്സ് എവിടെയാണോ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് ആ ജീനും അതുപോലെ അതിന്റെ ജീനോടൈപ്പിലും മാറ്റം ഉണ്ടാവും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ ന്യൂ സ്പീഷീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് ഇറ്റ്സ് എ സഡൻ നോൺ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ DNA. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമ്മൾ മ്യൂട്ടേഷന്റെ ഡെഫിനിഷനായിട്ട് പഠിക്കുന്നത് തന്നെ ഇസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. അപ്പൊ ഹെറിറ്റബിൾ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ജീനിലും ജീനോടൈപ്പിക് ഫ്രീക്വൻസിയിലും ഒക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ നാലാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും തേർഡും റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഹൈബ്രിഡ്സ് അല്ലെങ്കിൽ ക്രോസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കൺസിഡർ എ ഡിപ്ലോയിഡ് ആൻഡ് പ്യൂർലി സെൽഫ് പോളിനേറ്റിംഗ് ക്രോപ്സ്. അപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും, 2 ഒരേപോലത്തെ ജീൻസ് ഉണ്ടാവും. പ്യൂർലി സെൽഫ് പോളിനേറ്റ് ആവുമ്പോൾ അത് ഹോമോസൈഗസ് ആവും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 2 പാരന്റ്സ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് പറയണമെങ്കിൽ സെൽഫ് പോളിനേറ്റ് ക്രോപ്സ്, അതായത് ഹോമോസൈഗസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതായത് ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിട്ടുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. F1 hybrids is generated in that crop from 2
ജനറ്റിക്കലി ഡൈവേർജന്റ് ഇൻബ്രിഡ് ലൈൻസ്. അപ്പൊ രണ്ട് ജനറ്റിക്കലി ഡൈവേർജന്റ് ആയിട്ടുള്ള ഇൻബ്രിഡ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഡിപ്ലോയിഡ് ആണ്, ഹോമോസൈഗസ് ആണ്. അപ്പൊ ജനറ്റിക്കലി ഡൈവേർജന്റും കൂടി ആവുമ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അത് രണ്ടും കൂടി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് F1 ഹൈബ്രിഡ് കിട്ടി. Assume that crossing over is prevented in F1 hybrids by using some technology and selfing is practiced as usual except for crossing over. And what will be the genetic constitution of resultant generation? അതായത് F1 നമ്മൾ സെൽഫ് ചെയ്യുമ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ ഉണ്ടായിട്ട് വേരിയേഷൻ ഉള്ള കുറെ പ്ലാന്റ്സുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സെഗ്രിഗേഷൻ എന്നൊരു പ്രക്രിയ നടക്കുന്നതുകൊണ്ട്. ഇവിടെ പറയുന്നത് ക്രോസിംഗ് ഓവർ അവിടെ നടക്കുന്നില്ല, പക്ഷെ സെൽഫിങ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്രോസിംഗ് ഓവർ നടക്കാതിരിക്കുമ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള ഗ്യാമേറ്റാണ് ഉണ്ടാകുന്നത്. ഒന്ന് ക്യാപിറ്റൽ എ എന്നുള്ള ഗ്യാമേറ്റും അതുപോലെ ക്യാപിറ്റൽ ബി എന്നുള്ള ഗ്യാമേറ്റും. അപ്പൊ സെൽഫിങ് ആവുമ്പോൾ രണ്ട് പ്ലാന്റ്സിൽ, അതായത് F1 അത് സെയിം ജീനോടൈപ്സ്. നമ്മൾ രണ്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഹോമോസൈഗസ് പ്ലാന്റ്സ്, അതായത് ക്യാപിറ്റൽ എനെയും ക്യാപിറ്റൽ ബിനെയും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആണ്. ഇതിനെ പിന്നെ സെൽഫ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ബി ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും അതുപോലെ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ്. അപ്പൊ അതിന്റെ ക്രോസിംഗ് വരുമ്പോൾ 3:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഹോമോസൈഗസും അതുപോലെ ഹെട്രോസൈഗസും കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, അപ്പൊ അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വേറെ സെഗ്രിഗേഷനോ വേരിയേഷൻസോ അവിടെ വരുന്നില്ല. ഹോമോസൈഗസ് ടൈപ്പ് ആയിട്ടുള്ള സിമിലർ ഇൻബ്രിഡ് പാരന്റ്സും അതുപോലെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള F1 ജനറേഷനും ഉണ്ടാവും. അപ്പൊ രണ്ട് രീതിയിലുള്ള ജനറേഷനാണ് നമുക്ക്, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ഇൻബ്രിഡ്സ്, പാരന്റ്സിനെ പോലെ തന്നെയുള്ള ഇൻബ്രിഡ്സും, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള F1 പോലത്തെ ജനറേഷനും. അപ്പോൾ ഇതിന്റെ ആൻസർ 1ഉം 3ഉം ആണ്. ദ ആൻസർ ഇസ് സി. അടുത്തതാണ് ജനറ്റിക് കോമ്പോസിഷൻ ഓഫ് മൾട്ടിലൈൻ വെറൈറ്റി ഇൻ വീറ്റ് ആൻഡ് ജീൻ പിരമിഡ് വെറൈറ്റി ഇൻ റൈസ്. അപ്പൊ മൾട്ടിലൈൻ വെറൈറ്റി, അത് നമ്മൾ അറിയേണ്ടത് എന്താണ് മൾട്ടിലൈൻ വെറൈറ്റി, എന്താണ് ജീൻ പിരമിഡ് വെറൈറ്റി എന്ന് പറയുന്നത്. മൾട്ടിലൈൻ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് മൾട്ടിലൈൻ വെറൈറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലേക്ക് ബാക്ക്ക്രോസിംഗ് വഴി നമ്മൾ ഒരു സ്പെസിഫിക് ജീൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡിസീസിന്റെ ഡിഫറെന്റ് ജീൻസിന് ബാക്ക്ക്രോസിംഗ് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മൊത്തത്തിലുള്ള വെറൈറ്റിനെയാണ് മൾട്ടിലൈൻ വെറൈറ്റി എന്ന് പറയുന്നത്. ആ ഒരു മൾട്ടിലൈൻ വെറൈറ്റിയിൽ തന്നെ എല്ലാം ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വെറൈറ്റി ആണെങ്കിലും ഓരോന്നിലും, അതായത് ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലും എന്തായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ ഒരു റെസിസ്റ്റന്റ് ജീൻ ആയിരിക്കും, വേറെ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ വേറെ റെസിസ്റ്റന്റ് ജീൻ ആയിരിക്കും. ഒരു ഡിസീസിന്റെ കുറെ റെസിസ്റ്റന്റ് ജീനുകൾ ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്ക്ക്രോസിംഗ് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഹോൾ വെറൈറ്റിനെയാണ് നമ്മളൊരു മൾട്ടിലൈൻ വെറൈറ്റി എന്ന് പറയുന്നത്. ജീൻ പിരമിഡിങ് എന്ന് പറയുന്നത് തന്നെ അതും ബാക്ക്ക്രോസിംഗ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെങ്കിൽ ജീൻ പിരമിഡ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിയിൽ തന്നെ കുറെ ജീൻസിന് നമ്മൾ എല്ലാ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സിനകത്തും ഒരേപോലത്തെ ജീൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ജീൻ പിരമിഡിങ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിലൈൻ വെറൈറ്റീസിൽ എടുക്കുകയാണെങ്കിൽ മൾട്ടിലൈൻ വെറൈറ്റീസ് എല്ലാം കാണാൻ ഒരേപോലെ ആയിരിക്കും, പക്ഷെങ്കിൽ അതിലുണ്ടാവുന്ന ജീൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ജീൻസ് ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ്സ് എ ഹോമോ സൈഗസ് ആണ്, ബട്ട് ഹെട്രോ ജീനസ് ആണ്. അതായത് കാണാൻ ഒരേപോലെയാണ്, ഹോമോസൈഗസ് ആണ്, പക്ഷെ അതിലുണ്ടാവുന്ന ജീൻസ് ഹെട്രോസൈഗസ്, അതായത് ഡിഫറെന്റ് വെറൈറ്റിയിൽ റെസിസ്റ്റൻസ് ഉള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള ജീൻ ആയിരിക്കും മൾട്ടിലൈൻ വെറൈറ്റീസിൽ ഉണ്ടാവുന്നത്. പക്ഷെ ജീൻ പിരമിഡൽ ലൈൻസ് എടുക്കുകയാണെങ്കിൽ ജീൻ പിരമിഡൽ ലൈൻസ് എന്തായിരിക്കും? ജീൻ പിരമിഡൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പിരമിഡ് ചെയ്യുന്നത് എല്ലാ പ്ലാന്റ്സും എല്ലാ ജീൻസും ഒരേപോലെ ആയിരിക്കും, പ്ലാന്റ്സും ഒരേപോലെ ആയിരിക്കും. അപ്പൊ അത് ഹോമോസൈഗസ് ആൻഡ് ഹോമോജീനസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മൾട്ടിലൈൻ വെറൈറ്റിയും ജീൻ പിരമിഡിങ്ങും ചെയ്യുന്നത് ബാക്ക്ക്രോസ് എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് രണ്ടും ചെയ്യുന്നത്. പക്ഷെ മൾട്ടിലൈൻ വെറൈറ്റിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസീസ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലേക്ക് നമ്മൾ ഡിഫറെന്റ്
വെറൈറ്റൽ ജീൻസ്, റെസിസ്റ്റന്റ് ജീൻസിനെ ബാക്ക്രോസ് വഴി ട്രാൻസ്ഫർ ചെയ്യാണ് മൾട്ടി ലൈൻ വെറൈറ്റിയിൽ. അത് ഹോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ് അതിന് മൾട്ടി ലൈൻ വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സും കാണാൻ ഒരുപോലെയാണെങ്കിലും അതിലുണ്ടാവുന്ന ജീൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ കാണാൻ ഒരുപോലെയുള്ള നമുക്ക് ഹോമോസൈഗസ് എന്ന് പറയാം, പക്ഷെ അതിലുണ്ടാവുന്ന ജീൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഹെട്രോജീനസ് എന്നും പറയാം. അപ്പൊ വീറ്റ് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോജീനസ് ആയിരിക്കും. റൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജീൻ പിരമിഡിംഗ് ആണ് ചെയ്യുന്നത്, എല്ലാത്തിലും ഒരേപോലെയാണ് ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ഹോമോസൈഗസ് ആസ് വെൽ ആസ് ഹോമോജീനസ് ആയിരിക്കും. അപ്പൊ ദ ആൻസർ ഈസ് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിന്തറ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ കോമ്പിനേഷൻ ഓഫ് ഓൺലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സിന്തറ്റിക്സ്. അപ്പൊ സിന്തറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ക്രോസ് പോളിനേറ്റഡ് ക്രോപ്സിലായിരിക്കും. അതായത് മെയ്സ് പോലുള്ള ക്രോസ് പോളിനേറ്റഡ് ക്രോപ്സിലാണ് സിന്തറ്റിക്സ് ചെയ്യുന്നത്. അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് സെൽഫിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കുറച്ച് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഇന്റർമേറ്റ് ചെയ്യാണ് ഈ സിന്തറ്റിക്സ് എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് വെറൈറ്റീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ സെൽഫിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വരുന്നത് കൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുന്നു, ആ പ്ലാന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമേറ്റ് ചെയ്തിട്ട് ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കുന്നു. അതാണ് സിന്തറ്റിക്സ്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സ്യൂട്ടബിൾ ഇൻ ക്രോസ് പോൾഡ് ക്രോപ്സ്, അത് കറക്റ്റ് ആണ്. ദ ലൈൻസ് വിത്ത് ഹൈ SCA, ദാറ്റ് സ്പെസിഫിക് കമ്പൈനിങ് എബിലിറ്റി ആസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക്സ്, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം SCA എന്നുള്ള ഒരു പോർഷൻ, അതായത് സ്പെസിഫിക് കമ്പൈനിങ് എബിലിറ്റി എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഹൈബ്രിഡ്സിനാണ് നമ്മൾ സ്പെസിഫിക് കമ്പൈനിങ് എബിലിറ്റി പറയണത്. അപ്പൊ നമ്മളൊരു ഇൻബ്രിഡ്, അതായത് ഒരു പ്ലാന്റിനെ അതിന്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് GC ആണ്, അതായത് ജനറൽ കമ്പൈനിങ് എബിലിറ്റി. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അത് ക്രോസ് പോൾഡ് ക്രോപ്സിലാണ് സിന്തറ്റിക്സ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ SCA അല്ല നോക്കുന്നത്, GCA നോക്കിയിട്ടാണ്. ഹൈ GCA ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ സിന്തറ്റിക്സ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നത് SYN1 സീഡ്സ് ഒബ്റ്റൈൻഡ് ബൈ റാൻഡം മേറ്റിംഗ് ഓഫ് SYN0 ലൈൻസ് ആൻഡ് SYN1 സീഡ്സ് ആർ ഗിവൺ ടു ദ ഫാമേഴ്സ് ഫോർ ദ കൾട്ടിവേഷൻ. അതായത് SYN0 SYN1 എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് സിന്തറ്റിക്സ് 1, ഒരു നമ്മൾ F1 F2 F3 എന്നൊക്കെ പറയുന്നത് പോലെ സിന്തറ്റിക്സ് ആയതുകൊണ്ട് SYN0 SYN1 SYN2 SYN3 അങ്ങനെ പോവാണ്. അപ്പൊ SYN0 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ആ പ്ലാന്റ്സിന്റെ ഹൈ GCA നോക്കിയിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിന്റെ ആ ഒരു ജനറേഷനാണ് SYN0 എന്ന് പറയുന്നത്. ഈ SYN0 നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ SYN0 എന്നാണ് നമ്മൾ SYN1 ഉണ്ടാക്കുന്നത്, അത് സിന്തറ്റിക്സ് 1 ഉണ്ടാക്കുന്നത്. സിന്തറ്റിക്സ് 1 ഒരിക്കലും എന്തായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കില്ല. ആ സ്റ്റേബിൾ അല്ലാത്തതിനെ നമ്മൾ ഫാമേഴ്സിന് കൾട്ടിവേഷന് വേണ്ടി കൊടുക്കില്ല. അപ്പൊ രണ്ടാമത്തെ ആൻസറും സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നത് SYN2 സീഡ്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ സെൽഫിംഗ് ഓഫ് SYN1 ലൈൻസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഹൈബ്രിഡ്സിലാണ് ചെയ്യുന്നത്, ഹൈബ്രിഡ്സിൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, സെൽഫിംഗ് ചെയ്യുമ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരുന്നത് കൊണ്ടാണ് സിന്തറ്റിക്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യില്ല, ഒരിക്കലും അവിടെ സെൽഫിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കത്തില്ല. SYN1, അതായത് സിന്തറ്റിക് 1 എന്നുള്ള ഒരു ജനറേഷനെ നമ്മൾ ഇന്റർമേറ്റിംഗ് ചെയ്തിട്ടാണ് സിന്തറ്റിക് 2 എന്നുള്ളൊരു ജനറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ സെൽഫിംഗ് എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്തത് സിന്തറ്റിക്സ് 2 സീഡ്സ് ആർ ജനറലി നോട്ട് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ. ആക്ച്വലി ആ ഒരു സെന്റൻസ് തെറ്റാണ്. അത് സിന്തറ്റിക്സ് 2ലേക്ക് എത്തുമ്പോൾ, അതായത് റാൻഡം മേറ്റിംഗ് 2 കഴിഞ്ഞത് ജനറേഷൻ 2ലേക്ക് എത്തുമ്പോൾ, സിന്തറ്റിക്സ് 2ലേക്ക് എത്തുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് നമുക്ക് എന്തുണ്ടാവും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റും. ആ ഒരു ജനറേഷൻ നമുക്ക് കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാം 4 സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ 4 സ്റ്റേറ്റ്മെന്റും റോങ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ദ ആൻസർ ഈസ് നൺ ആണ് 45. ഇനി അടുത്തത് വരുന്നത് സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് when many genes are controlling a particular trait. F2 generation of a cross from inbred parents. അതായത് F2 ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടറിനെ കുറെ ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിലുണ്ടാവുന്ന F2 ഇൻബ്രിഡ് പാരന്റ്സ് ക്രോസ് ചെയ്ത് കിട്ടുന്ന F2ന്റെ ക്യാരക്ടേഴ്സ് അല്ലെ, F2 എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെനോട്ട് അച്ചീവ് 3:1 റേഷ്യോ ബിക്കോസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇസ് നോട്ട് ഫോളോഡ്. അപ്പൊ അത് ആൻസർ തെറ്റാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ജീൻസ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഉണ്ടാവും, 3:1 എന്നുള്ള റേഷ്യോ ഉണ്ടാവും. അതായത് ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ 3:1 ആയിരിക്കും, 2 ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ 9:3:3:1 എന്നുള്ള
ആ ഒരു റേഷ്യോയിലായിരിക്കും അത് പോകുന്നത്. രണ്ടാമത്തത് എക്സ്പ്രസ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല. ഇറ്റ്സ് ഫോംസ് എ ബെൽ ഷേപ്ഡ് കർവ്സ് വിത്ത് മീൻ, മീഡിയം ആൻഡ് മോഡ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ പോപ്പുലേഷൻ ജെനറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ ജെനറ്റിക്സിൽ നമ്മൾ എല്ലാം കൂടെ കുറെ ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം എടുക്കുകയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്. അവിടെ മീനും മീഡിയം മോഡൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ഫിനോടൈപ്സ് വിൽ ബി റെയർ ഇൻ ദ പോപ്പുലേഷൻ. അപ്പൊ എക്സ്ട്രീം എന്ന് എപ്പോഴും എന്തായിരിക്കും, റെയർ ആയിരിക്കും. കാരണം ബെൽ ഷേപ്ഡ് ആവുമ്പോൾ രണ്ട് പോർഷനിലാണ് എക്സ്ട്രീംസ് വരുന്നത്. ആ ഒരു പോർഷൻ എപ്പോഴും കുറവേ കാണുള്ളൂ. മീഡിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും ആ ഒരു ജനറേഷനിൽ കാണാൻ പറ്റും. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതായത് 3ഉം 4ഉം എന്ന് പറയുമ്പോൾ ദ ഓപ്ഷൻ വിൽ ബി സി. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹെട്രോസിസ് ബ്രീഡിംഗ് പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ്സ്. ഇപ്പൊ നമ്മൾ ഹൈബ്രിഡ്സ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് പ്രൊഡക്ഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, SCAയും അതുപോലെ GCAയും. ഈ SCA അതായത് സ്പെസിഫിക് കമ്പൈനിങ് എബിലിറ്റിയും ജനറൽ കമ്പൈനിങ് എബിലിറ്റിയും രണ്ടും ഹൈ ആയിരിക്കണം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും. ക്രോസ് കോമ്പിനേഷൻ വിത്ത് ഹൈ SCR സെലക്ടഡ് ആൻഡ് ഇൻബ്രിഡ് ലൈൻസ് വിത്ത് ഹൈ GCR. കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് SCA എന്നുള്ളൊരു പോർഷൻ വരുന്നത്. ഇൻബ്രിഡ് അതായത് ഒരു ലൈൻസ് ഇൻബ്രിഡ് ലൈനിനെ കുറിച്ച് പറയുമ്പോഴാണ് GCA ജനറൽ കമ്പൈനിങ് എബിലിറ്റി വരുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഇതിന്റെ ആൻസർ. 1ഉം 2ഉം ആണ്. സോറി, 1ഉം 2ഉം അല്ല. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ ഇതിനകത്ത് ഇല്ല. നമ്മൾ എപ്പോഴും GCAയും SCAയും ഹൈ ഉള്ള വെച്ചിട്ടാണ് നമ്മൾ ഹെട്രോസിസ് ബ്രീഡിങ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ജെനറ്റിക്കലി ഡൈവേർജൻ പാരന്റ്സ് ആർ സെലക്ടഡ്. അതായത് ഡൈവേർജൻ ആയിട്ടുള്ള പാരന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഹെട്രോസിസ് വളരെ കൂടുതലായിരിക്കും. അതും ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഹെട്രോസിസ് ബ്രീഡിങ്ങിൽ ഹൈബ്രിഡ്സിന്റെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഹൈ SCAയും അതുപോലെ ഡൈവേർജൻ ആയിട്ടുള്ള പാരന്റ്സും സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ആൻസർ വിൽ ബി A ആണ്. അതായത് 1 and 3. അപ്പൊ 1 and 2 ഉണ്ടായിരുന്നെങ്കിൽ അതും ആൻസർ കറക്റ്റ് ആണ്. കാരണം ഹൈ GCAയും ഹൈ SCA ഉള്ളതാണ് നമ്മൾ എപ്പോഴും ഹെട്രോസിസ് ബ്രീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഓപ്ഷനിൽ 3 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 1 and 3 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ദ ആൻസർ ഇസ് 1 and 3. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആണ് കറക്റ്റ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സീഡ്സ് ഒബ്റ്റൈൻഡ് ഫ്രം F1 hybrids of sexually reproducing crops should not be reused for cultivation. അതിന് റീസൺ കൊടുത്തിരിക്കുന്നത് ഡ്യൂ ടു സെഗ്രിഗേഷൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ചേഞ്ച് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ നമ്മൾ ഹൈബ്രിഡ്സിൽ എപ്പോഴും പറയുന്നതാണ് F1 എന്നുള്ളൊരു പാരന്റ് അല്ലെങ്കിൽ F1 എന്നുള്ള ഹൈബ്രിഡ്സിൽ നമ്മൾ പിന്നെയും അടുത്തൊരു ജനറേഷനിലേക്ക് പോവാണ്, അത് F2ലേക്ക് പോവാണെങ്കിൽ അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാവും. അങ്ങനെ സെഗ്രിഗേഷൻ ഉണ്ടാവുമ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ F1ൽ പറഞ്ഞിരിക്കുന്ന ഈൽഡ് ഒരിക്കലും F2ൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പുതിയ പുതിയ സീഡ്സ് F1ൽ പിന്നെയും ഹൈബ്രിഡ് സീഡ്സ് വാങ്ങിക്കണം. അത് F1ൽ നിന്ന് സീഡ് എടുത്തിട്ട് F2ലേക്ക് പോകാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റും റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ സീഡ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ക്രോപ്സ് കുഡ് ബി റീയൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ. അപ്പൊ ഇതിൽ നോക്കേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈബ്രിഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് രണ്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ രണ്ട് പാരന്റ്സ് ക്രോസ് ചെയ്തിട്ട് F1 ഉണ്ടാക്കിയിട്ട് ആ F1 നിന്ന് സെലക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്ന വെറൈറ്റികളെയാണ് ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ എന്ന് പറയുന്നത് സിൻസ് ഹൈബ്രിഡ് വെറൈറ്റി സ്റ്റെബിലൈസ്ഡ് ആൻഡ് വിൽ ബി ഹോമോസൈഗസ് ഇൻ കണ്ടീഷൻ സീഡ്സ് കുഡ് ബി അഗൈൻ യൂസ്ഡ് ഇഫ് യു ആർ പ്രിവെന്റിംഗ് ചാൻസസ് ഓഫ് ക്രോസ് പോളിനേഷൻ വിത്ത് അതർ വെറൈറ്റീസ് ആൻഡ് മെക്കാനിക്കൽ മിക്സിംഗ്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റിനെ കുറിച്ച് പറയുന്നത് F1 ആണ്. F1നെ നമുക്ക് ഒരിക്കലും അടുത്തൊരു ജനറേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം F1 അടുത്ത ജനറേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാവും. പക്ഷെ ഹൈബ്രിഡ് വെറൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കുന്നത് രണ്ട് പ്ലാന്റ്സിനെ ക്രോസ് ചെയ്തിട്ട് അതിന്റെ F1ൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരു ഹോമോസൈഗസ് കണ്ടീഷനിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കുള്ളൂ. അത് ഒരിക്കലും പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യത്തില്ല.
and we should prevent the chances of cross pollination with the other varieties and mechanical mixes. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹോമോസൈഗസ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഹൈബ്രിഡ് വെറൈറ്റി കാണിക്കും. സോ നമുക്കതിന് റീയൂസ്ഡ് ഫോർ കൾട്ടിവേഷന് വേണ്ടി റീയൂസ് ചെയ്യാം. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 and its reason is correct, അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 and its reason is correct. 1 and 3 is the answer. That is A is the answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, assume that you are segregating double haploids from the anther culture. അപ്പൊ ആന്തർ കൾച്ചറിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയണം. ആന്തർ കൾച്ചറിൽ ആന്തേഴ്സിനെ കൾച്ചർ ചെയ്തിട്ട് അതിന്റെ ക്രോമസോംസിനെ ഡബ്ലിംഗ് ചെയ്യണം. അതായത് കോൾജിസിൻ എന്നുള്ള ട്രീറ്റ്മെന്റിലൂടെ ഡബ്ലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ഹാപ്ലോയിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പം എപ്പോഴും അത് ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും വരുന്നത്. ആന്തേഴ്സ് were collected from the flowers of the plants belongs to F1 generation obtained from the cross between ടു ജനറ്റിക്കലി ഡൈവേർജന്റ് ആയിട്ടുള്ള ഇൻബ്രിഡ്സ്. അപ്പൊ രണ്ട് ജനറ്റിക്കലി ഡൈവേർജന്റ് ആയിട്ടുള്ള ഇൻബ്രിഡ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി എന്നുള്ള രണ്ട് പാരന്റ് എടുക്കുന്നതെങ്കിൽ അതിലുണ്ടാവുന്ന F1 അതാണ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി, അതാണ് F1. What will be the genetic constitution of double haploid population and genetic constitution of F1 population from which flowers were taken? അപ്പൊ F1 കുറിച്ച് എടുക്കുകയാണെങ്കിൽ F1 എപ്പോഴും എന്തായിരിക്കും? ഹെട്രോസൈഗസ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആയിരിക്കും. ഇത് ഹെട്രോസൈഗസ് ആയിരിക്കും, പക്ഷെങ്കിൽ ഹോമോജീനസ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നുള്ള പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പ്ലാന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കാണാനെല്ലാം ഹോമോജീനസ് ആയിരിക്കും, പക്ഷെ അതിലുണ്ടാവുന്ന ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹെട്രോസൈഗസ്, അതായത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആയിരിക്കും. പക്ഷെ നമ്മൾ ഡബിൾ ഹാപ്ലോയിഡ്സിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഡബിൾ ഹാപ്ലോയിഡ്സ് എപ്പോഴും നമുക്ക് ഹോമോസൈഗസ് പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ ഹാപ്ലോയിഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഹോമോസൈഗസ്, അപ്പൊ എപ്പോഴും ഡബിൾ ഹാപ്ലോയിഡ്സ് ഹോമോസൈഗസ് ആയിരിക്കും, പക്ഷെങ്കിൽ അത് ഹെട്രോജീനസ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് നിന്നാണ്? ഹൈബ്രിഡ്സിന്റെ ഹൈബ്രിഡ്സിന്റെ ആന്തർ നിന്നാണ്. അപ്പൊ ഹൈബ്രിഡ്സിന്റെ ആന്തറിൽ പറയുമ്പോൾ ഹൈബ്രിഡ്സ് എന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നാണ് ഹൈബ്രിഡ് പറയുന്നത്. അപ്പൊ അതിന്റെ ആന്തറിൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിരിക്കും. ഗ്യാമേറ്റ് ആണല്ലോ ആന്തർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റിഡക്ഷൻ നടന്നിട്ട് ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിരിക്കും ആന്തറിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആന്തർ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ അതിനെ ഹാപ്ലോയിഡ് ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എന്തായാലും ഹോമോസൈഗസ് ആയിരിക്കും. ഒന്നെങ്കിൽ ക്യാപിറ്റൽ എ ആയിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ആയിരിക്കും, പക്ഷെങ്കിൽ ഹെട്രോജീനസ് ആയിരിക്കും. കാരണം രണ്ട് രീതിയിലുള്ള നമുക്ക് ഹാപ്ലോയിഡ്സ് കിട്ടുന്നതുകൊണ്ട് പ്ലാന്റ്സ് കിട്ടുന്നതുകൊണ്ട് അത് ഹെട്രോജീനസ് ആയിരിക്കും. അപ്പൊ ദ ആൻസർ ഈസ് സി ആണ്. അതായത് ഡബിൾ ഹാപ്ലോയിഡ്സ് ഹോമോസൈഗസ് ആണ്, അതുപോലെ ഹെട്രോജീനസ് ആയിരിക്കും. പക്ഷെ F1 എപ്പോഴും ഹെട്രോസൈഗസും ഹോമോജീനസും ആയിരിക്കും. അടുത്തതാണ് അവസാനത്തെ പ്ലാൻ ബ്രീഡിംഗിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്? GA status is given to agriculture products only in India. Darjeeling tea is the first agriculture product that got GA status in India. Patents are not granted to the crop or variety in India. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഡാർജിലിംഗ് ടീ ആണ് ആദ്യത്തെ GI പ്രൊഡക്റ്റ്. നമ്മൾ ക്രോപ്പ് വെറൈറ്റീസോ ഹൈബ്രിഡ്സിനോ പാറ്റന്റ് കൊടുക്കാറില്ല. പക്ഷെങ്കിൽ GI അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് മാത്രമല്ല GI കിട്ടുന്നത്, വേറെ പ്രൊഡക്ട്സിന് ഇപ്പോൾ നമ്മൾ വേറെ പ്രൊഡക്ട്സിനും നമുക്ക് എന്തുണ്ട്? GI ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇതാണ് പ്ലാൻ ബ്രീഡിങ്ങിലെ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിടെക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സിടെക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ദ സീഡ് ആക്ട് 1966, any person aggrieved by the decision of a certification agency under section 9 or 10 may prefer an appeal to appellate authority within dash from the date on which decision of is communicated to him and on payment of such fees as may be prescribed. Prefer an appeal to such an authority as may be specified by the state government unless the appeal is entertained by the appellate authority in some circumstances. അതായത്
ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 ദിവസമെങ്കിലും ആണ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി സീഡ് സർട്ടിഫിക്കേഷന്റെ ആ ഒരു പോർഷനകത്ത് ഈ സെക്ഷനകത്ത് പറയുന്നതാണ്. 30 ദിവസമാണ് നമ്മൾ ഇത് ചെയ്തിട്ട്, അതായത് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാനുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് വിത്തിൻ 30 days ആണ്. നെക്സ്റ്റ്, കാസ്റ്റർ ഹൈബ്രിഡ്സ് ഇൻ ഇന്ത്യ ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂട്ടിലൈസിങ് കാസ്റ്റർ ഹൈബ്രിഡ്സ് നമുക്ക് പിസ്റ്റിലേനേറ്റ്സ് ഓഫ് ദ സീഡ് പാരന്റ്, അത് പിസ്റ്റിലേറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് കാസ്റ്ററിനകത്ത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കാസ്റ്ററിൽ ഹൈബ്രിഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ദ ആൻസർ ഇസ് ഡി ആണ്. ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആർ പബ്ലിഷ്ഡ് ബൈ സീഡ് സർട്ടിഫിക്കേഷൻ, അതായത് സെൻട്രൽ സീഡ് സർട്ടിഫിക്കേഷൻ ബോർഡ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ സീഡ് ലോട്ട് ഷാൽ ബി എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് സർട്ടിഫൈഡ് സീഡ് ഈസ്. അപ്പൊ സർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉള്ളത് ഇനീഷ്യൽ 9 months ആണ്. ആദ്യത്തെ 9 മാസത്തേക്കാണ് നമ്മളൊരു ഒരു എന്താണ് ഒരു സർട്ടിഫിക്കറ്റിനുള്ള വാലിഡിറ്റി ഉള്ളത്. പക്ഷെ അതിന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് ഇറ്റ് കൺഫേംസ് ദ പ്രിസ്ക്രൈബ്ഡ് സീഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ സീഡ് സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ അത്രത്തോളം അവർക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കാം. അപ്പൊ അത് ആൻസർ ഈസ് ഡി ആണ്. ആദ്യത്തെ 9 മാസമാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താലുള്ള അതിന്റെ വാലിഡിറ്റി. അത് നമുക്ക് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാം ഈ പ്രിസ്ക്രൈബ്ഡ് സീഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ. ഇനി അടുത്തത്, ദ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 6 ഓഫ് ദ സീഡ് ആക്ട് 1966 പെർട്ടൈൻസ് ടു. ഇത് ഓൾറെഡി ഓരോ സെക്ഷനകത്ത് നമുക്ക് സീഡ് ആക്ടിന്റെ സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ദ ആൻസർ ഇസ് പവേഴ്സ് ടു സ്പെസിഫൈ ദ മിനിമം ലിമിറ്റ്സ് ഓഫ് ജെർമിനേഷൻ ആൻഡ് പ്യൂരിറ്റി ആണ്. നെക്സ്റ്റ്, ഇൻ ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് സൈറ്റോപ്ലാസ്മിക് മെയിൽ സ്റ്റെറൈൽ ലൈൻ, അതായത് എ ലൈൻ, എ പ്ലാന്റ് ഓഫ് ദ ബി ലൈൻ ഇൻ ദ ഫീമെയിൽ റോ, അതായത് മെയിൽ സ്റ്റെറൈൽ ലൈനിലേക്ക് എ ലൈനിലേക്ക് ഒരു ബി ലൈൻ വന്നു കഴിഞ്ഞാൽ, എ ലൈൻ എന്ന് പറയുന്നത് മെയിൽ സ്റ്റെറൈൽ ലൈനാണ്, അവിടെ പോളൻസ് ഉണ്ടാവില്ല. ഉണ്ടാക്കിയാൽ തന്നെ അത് സ്റ്റെറൈൽ ആയിട്ടുള്ള പോളൻ ആയിരിക്കും. ആ ഒരു എ ലൈനിലേക്ക് ഒരു ബി ലൈൻ വരികയാണെങ്കിൽ, ബി ലൈൻ എന്ന് പറയുന്നത് എന്താണ്, മെയിൻറ്റെനർ ലൈനാണ്, ഫെർട്ടൈൽ ലൈനാണ്, അവിടെ എന്തുണ്ടാവും, പോളൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ പോളൻസ് ഷെഡ് ചെയ്യും. അതിനെയാണ് പോളൻ ഷെഡേഴ്സ് എന്ന് പറയുന്നത്. ബി ലൈൻസ് ഇൻ ദ എ ലൈനിന് പോളൻ ഷെഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദ ആൻസർ ഇസ് പോളൻ ഷെഡർ. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ ഓഫ് വെറൈറ്റി ടു ഓഫർ ഫോർ ദ സെയിൽ ഓഫ് സീഡ് ഈസ് നെസസറി ഇഫ്, അത് പുതിയ ഏത് ബില്ലിലാണ് നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് വെറൈറ്റി, ഒരു വെറൈറ്റി സെയിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സീഡ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെറൈറ്റി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നെസസറി ആയിട്ടുള്ള ഒരു ആക്ഷൻ വന്നിരിക്കുന്നത് ന്യൂ സീഡ് ബില്ല് 2004 പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡെസിഗ്നേറ്റഡ് സീഡ് ബോൺ ഡിസീസ് ഓഫ് ബ്രിഞ്ചാൾ എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫോമോപ്സിസ് ബ്ലൈറ്റ് ആണ്. ഓരോന്നിലും ഓരോന്നുണ്ട്. ഇതിന്റെ ആൻസർ ഫോമോപ്സിസ് ബ്ലൈറ്റ് ആണ്. നെക്സ്റ്റ്, ഇന്റർക്രോപ്പിംഗ് ഈസ് അപ്ലിക്കബിൾ ടു ഓയിൽ സീഡ് ആൻഡ് പൾസ് ക്രോപ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സർട്ടിഫൈഡ് സീഡ്സ് ഓൺലി ആണ്. അപ്പൊ സർട്ടിഫൈഡ് സീഡ്സിലാണ് നമ്മൾ എല്ലാ സീഡ്സും, അതായത് ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, സർട്ടിഫൈഡ് സീഡ് നോക്കുമ്പോൾ സർട്ടിഫൈഡ് സീഡ്സിലാണ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് വരുന്നത്. അപ്പൊ ആ സർട്ടിഫൈഡ് സീഡ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇന്റർക്രോപ്പിംഗ് ചെയ്യാം. Next, every license granted under the Seeds Control Order 1986 shall, unless previously suspended or cancelled, remain valid for dash date from its issue എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 3 വർഷം വാലിഡിറ്റി ഉണ്ടാവും. ആ ഡേറ്റ് ഓഫ് ഇഷ്യൂന് മുതൽ ലൈസൻസ് തരികയാണെങ്കിൽ ആ ഒരു ഡേറ്റ് ഓഫ് ഇഷ്യൂ 3 വർഷത്തിന്റെ വാലിഡിറ്റി നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ ഓൾറെഡി ഓരോ സീഡ് ആക്ടിലും അല്ലെങ്കിൽ സ്പെസിഫൈഡ് സീഡ് സ്റ്റാൻഡേർഡ്സിലും നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു സീഡ് സർട്ടിഫിക്കേഷൻ വരുമ്പോൾ 30 daysലാണ് സീഡ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് കിട്ടേണ്ട ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഈ ലൈസൻസിനും 3 വർഷമാണ്. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിന്റെ എക്സ്റ്റൻഷൻ എത്ര വേണമെങ്കിലും, പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം. അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സീഡ് ടെക്നോളജിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ബ്രീഡിങ്ങിലും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും നമുക്ക് കുറച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിങ് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ ഹായ്.
അപ്പോൾ നമ്മുടെ ഫാർമസിസ്റ്റിന്റെ എക്സാം കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സോയിൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് എ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മൊത്തം ഒരു 13 ക്വസ്റ്റ്യനോളം ഇപ്രാവശ്യം സോയിൽ സയൻസിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സോയിൽ സയൻസിലാണ് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആസ് പെർ ദ എസെൻഷ്യാലിറ്റി ക്രൈറ്റീരിയ ഈസ്. സോ എസെൻഷ്യാലിറ്റി ആറോൺസ് എസെൻഷ്യാലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് എത്ര മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളതാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ആക്ച്വലി ഓപ്ഷൻ ബി 8. കാരണം നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത് അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം, നിക്കൽ, ബോറോൺ ആൻഡ് ക്ലോറിൻ. ഈ 8 എണ്ണമാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത്. ആകെ 17 എസെൻഷ്യൽ ന്യൂട്രിയൻസ് വരുന്നതിൽ 9 എണ്ണം നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിനകത്ത് വരും, മൈക്രോ ന്യൂട്രിയൻസിനകത്ത് 8 എണ്ണം വരും. സോ അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ് പെർസെന്റേജ് ഓഫ് ബോറോൺ ഇൻ ബൊറാക്സ് ഈസ്. അപ്പൊ ബൊറാക്സിൽ ബോറോണിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരു 11.3 to 11.5 ആ റേഞ്ചിലൊക്കെയാണ് പറയുന്നത്. സോ ഈ ഓപ്ഷൻസിനകത്ത് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് 11, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി ഈസ് 20 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 7. So the answer is option A, 11. 11% ഓളം ബോറോൺ ആണ് ബൊറാക്സിൽ യൂഷ്വലി ഉള്ളത്. Then the third question is an essential plant nutrient immobile in soil and mobile inside the plants is. അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻ മൊബിലിറ്റിയുടെ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഫോസ്ഫറസ്. സോ ഫോസ്ഫറസ് ആണ് പ്ലാന്റ്സിൽ മൊബൈലും അതേ സമയത്ത് സോയിലിൽ ഇമ്മൊബൈലും ആയിട്ടുള്ള ന്യൂട്രിയൻ എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ്, അതായത് ഇനി അടുത്തത് 7th ക്വസ്റ്റൻ ആണ്. സോ 7th ക്വസ്റ്റൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ 7th ക്വസ്റ്റൻ, ഇവിടുത്തെ 4th ക്വസ്റ്റൻ. കേരള സോയിൽസ് ആർ സെറ്റ് ടു ബി മാഗ്നീഷ്യം ഡെഫിഷ്യന്റ് ഇഫ് ദ സോയിൽ ടെസ്റ്റ് വാല്യൂസ്. അപ്പൊ നമ്മൾ മാഗ്നീഷ്യം സോയിൽ എടുത്ത് നമ്മൾ മാഗ്നീഷ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ സോയിൽ ടെസ്റ്റ് വാല്യൂ ലെസ് ദാൻ 120 ppm ആണെങ്കിൽ നമ്മൾ ആ സോയിലിനെ യൂഷ്വലി പറയുന്നത് മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിൽ എന്നാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 120 ppm. ദെൻ ഈ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ നമ്മൾ ഡയറക്ട്ലി നമ്മുടെ POP തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. നമ്മുടെ POP-യിൽ അപ്പൻഡിക്സ് 13, അതായത് പുതിയ POP നമ്മുടെ ലേറ്റസ്റ്റ് 2024 ഇറങ്ങിയ POP-യുടെ അപ്പൻഡിക്സ് 13, അതായത് പേജ് നമ്പർ 422 ഇത് ഇങ്ങനെ തന്നെ ആ ക്രിട്ടിക്കൽ റേഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഓരോ സോയിലിന്റെയും. അതിനകത്ത് നിന്ന് മഗ്നീഷ്യത്തിന്റെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. Then the 5th question is number of agroecological management units in Kerala as per National Bureau of Soil Survey and Land Use Planning. അപ്പോൾ NBSSന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ എത്ര അഗ്രോ യൂണിറ്റ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ NBSSന്റെ കണക്കനുസരിച്ച് നമുക്ക് 5 അഗ്രോ ഇക്കോളജിക്കൽ സോൺസും അതിന്റെ കീഴിൽ 23 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റ്സും ആണുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 23. Then the 6th question is nano urea recommendation to crops as per IFCO is. അപ്പോ ഇഫ്കോ ആണ് നാനോ യൂറിയ ഫസ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ. സോ നാനോ യൂറിയ അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് 2 to 4 ml per liter എന്നുള്ളതാണ്. സോ നമ്മൾ യൂഷ്വലി നാനോ യൂറിയ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഫോളിയർ ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഫോളിയർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള നാനോ യൂറിയയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 2 to 4 ml ആണ്. സോ ഇത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ഇഫ്കോയുടെ വെബ്സൈറ്റിൽ നാനോ യൂറിയ റിലേറ്റഡ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് റെക്കമെൻഡേഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ ദ 7th ക്വസ്റ്റൻ ഈസ്, നമ്മൾ സാധാരണ കാൽക്കുലേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ 2 ക്വസ്റ്റൻ ആണ് കാൽക്കുലേഷൻസിൽ പറയുന്നത്. ഒന്ന് ഈ പോറോസിറ്റി ബൾക്ക് ഡെൻസിറ്റി റിലേഷൻഷിപ്പ് വരുന്ന ഒരു ക്വസ്റ്റൻ, പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റൻ ആണ് ഇത് ചെയ്യുന്നത്. അതായത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഒരു എക്സാമിനകത്ത് അവർ ഫെർട്ടിലൈസർ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. സോ അടുത്ത ഈ എക്സാമിനകത്ത് അവർ നമ്മുടെ ബൾക്ക് ഡെൻസിറ്റി, പോറോസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് പോർ സ്പേസ് അല്ലെങ്കിൽ പോറോസിറ്റി ഇൻ എ soil with bulk density 1.3 milligram per meter cube and particle density 2.6 milligram per meter cube എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അറിയാവുന്ന റിലേഷൻ ഉണ്ട്. നമ്മുടെ ബൾക്ക് ഡെൻസിറ്റി porosity is equal to അല്ലെങ്കിൽ percentage pore space is equal to 1 minus bulk density by particle density into 100 എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ percentage pore space is equal to 1 minus 1.3 by 2.6 into whole into 100 എന്നാണ് വരുന്നത്. അപ്പോൾ 1.3 by 2.6 എന്ന് പറയുന്നത് 1/2 എന്നാണ് വരുന്നത്. അപ്പോൾ 1 minus 1/2 into 100 എന്നാണ് വരുന്നത്. അതായത് 50% എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 50%.
സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് ഇത് 15th ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത 16th ക്വസ്റ്റ്യൻ. ഈ 16th ക്വസ്റ്റ്യൻ നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു ഇതാണ്. ഇൻ എ പ്ലാൻ സോയിൽ സിസ്റ്റം വാട്ടർ ആൻഡ് ന്യൂട്രിയൻ റൈസ് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. If suddenly acceleration due to gravity is reduced to half, the capillary rise will be. അപ്പോൾ ഇത് ആക്ച്വലി ജൂറിൻസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ചിലപ്പോൾ ഇത് ഫിസിയോളജിയുടെ പാർട്ടായിട്ടും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആക്ച്വലി ഇത് അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കാപ്പിലറി റൈസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. ഇപ്പം ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും കാപ്പിലറി റൈസ് ഇൻക്രീസ് ആവും. അത് ഹാഫ് ആവുമ്പോൾ കാപ്പിലറി റൈസും ഹാഫ് ആവും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, capillary rise will be halved. Then the next question, 17th question, അതായത് ഇവിടുത്തെ 9th question. SMP buffer is used in. So ഈ SMP buffer എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂമാക്കർ മക്ലീൻ പ്രാറ്റ് ബഫർ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പൊ ഈ ഷൂമാക്കർ മക്ലീൻ പ്രാറ്റ് ബഫർ അല്ലെങ്കിൽ SMP ബഫർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈം റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആസിഡ് സോയിലിൽ എത്രമാത്രം ലൈം അപ്ലൈ ചെയ്യണം എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ലൈം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലൈം റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ആ എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള ബഫറാണ് SMP ബഫർ എന്ന് പറയുന്നത്. So the answer is option A, lime requirement. Then the 8th question is the coordination number of aluminum Al3 plus ion in phyllosilicate mineral is. So അപ്പോ നമ്മൾ സാധാരണ കോർഡിനേഷൻ നമ്പർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ആറ്റമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ബാക്കി അതിന് ചുറ്റുമുള്ള അയോൺസിനെ വെച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ലിഗാൻസിനെ വെച്ചിട്ടാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ പറയുന്നത്. സോ ഫിലോസിലിക്കേറ്റ് മിനറലിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 6. That is the option is B. So that was the 18th question, I suppose. So then the 19th question, അതായത് ഇവിടുത്തെ 11th question ആണ് റാങ്ക് ദ ഫോളോയിങ് മോയ്സ്ചർ റെജീംസ് ബിലോ ഫ്രം ഡ്രൈയസ്റ്റ് ടു വെറ്റസ്റ്റ്. അതായത് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ളത് തൊട്ട് ഏറ്റവും വെറ്റ് ആയിട്ടുള്ള വരെയുള്ള സോയിൽ മോയ്സ്ചർ റെജീംസ് ആണ് അവർ മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ യൂഷ്വലി നമ്മൾ സോയിൽ മോയ്സ്ചറിന്റെ ബേസിൽ സോയിലിനെ 7 സോയിൽ മോയ്സ്ചർ റെജീംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഏറ്റവും ഡ്രൈയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങുന്നത് വെച്ചാൽ ടോറിക്കലാണ് തുടങ്ങുന്നത്. ടോറിക്, അതിനുശേഷം എറിഡിക്, അതിനുശേഷം സീറിക്, പിന്നെ ഉസ്റ്റിക്, പിന്നെ പെർ ഉഡിക്, ഉഡിക്, പെർ അക്വിക് ആൻഡ് ലാസ്റ്റ് ഇസ് അക്വിക്. അതായത് അക്വിക് ആണ് ഏറ്റവും വെറ്റായിട്ട് വരുന്നത്. ഏറ്റവും ഫസ്റ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ഡ്രൈ ആയിട്ട് വരുന്നത് ടോറിക്കുമാണ്. അപ്പൊ ടോറിക് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തൊന്നുമില്ല. ടോറിക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും ഡ്രൈയസ്റ്റ് ആയിട്ട് വരുന്നത് അരിഡിക് ആണ്. അപ്പൊ ഡ്രൈയസ്റ്റില് അതായത് ഇവിടെ തുടങ്ങേണ്ട ഈ ഓപ്ഷനകത്ത് സ്റ്റാർട്ട് ചെയ്യണത് അരിഡിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ഇവിടെ അരിഡിക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ അരിഡിക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറിക് ആണ് വരുന്നത്. അപ്പൊ സെറിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. സെറിക് ഉണ്ട്. സെറിക്കിന് ശേഷം അതാണ് കൂടുതൽ ഏറ്റവും ഡ്രൈയസ്റ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നുള്ളത് ഉസ്റ്റിക്, പെറുഡിക്. ഉസ്റ്റിക്കും പെറുഡിക്കും നമ്മുടെ ഓപ്ഷനകത്ത് വരുന്നില്ല. അതിനുശേഷം പിന്നെ അടുത്തത് വരുന്നത് ഉഡിക് ആണ്. അപ്പോൾ സിറിക്, ഉഡിക്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ടുള്ളത് അക്വിക് ആണ്. സോ ഇതാണ് നമ്മുടെ മോയ്സ്ചർ സോയിൽ മോയ്സ്ചർ റെജീം അനുസരിച്ച് ഡ്രൈയസ്റ്റ് ടു വെറ്റസ്റ്റ് വരുന്ന ഓർഡർ. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. Then the 12th question is what are the 6 master horizons in the order in which you will find them in the soil from top to bottom. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൊറൈസണിൽ തന്നെ അല്ലെങ്കിൽ സോയിലിന്റെ ഏറ്റവും സർഫസ് ആയിട്ടുള്ള ടോപ്പ് സർഫസിലിരുന്ന് നമ്മൾ താഴേക്ക് കുഴിയെടുത്ത് താഴേക്ക് നോക്കുമ്പോൾ ആ മാസ്റ്റർ ഹൊറൈസൺസിനെ നമ്മൾ ഏത് ഓർഡറിലായിരിക്കും കാണുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഏറ്റവും ടോപ്പ് മോസ്റ്റിലെ കാണുന്നത് ഓ ഹൊറൈസൺ ആയിരിക്കും. അതായത് നമ്മുടെ ഓർഗാനിക് മാറ്റർ റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് ഹൊറൈസൺ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. സോ ഓ ഹൊറൈസൺ ഇല്ലാത്തതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി മൂന്നിനകത്തും ഓ ഹൊറൈസണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഓ കഴിഞ്ഞാൽ അടുത്ത ഹൊറൈസൺ എന്ന് പറയുന്നത് എ ഹൊറൈസൺ ആണ്. നമ്മൾ ടോപ്പ് സോയിലിനൊക്കെ പറയുന്ന എ ഹൊറൈസൺ ആണ് അടുത്ത ഹൊറൈസൺ എന്ന് പറയുന്നത്. ഒ എ വരുന്ന 2 ഓപ്ഷനുള്ള സിയും ഡിയും. പിന്നെ അതിനുശേഷം അടുത്ത ഹൊറൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആണ് വരേണ്ടുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക സോൺ ഓഫ് എലൂവിയേഷൻ വരുമ്പോൾ അതായത് ലീസ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു ഹൊറൈസൺ ഉണ്ടാവും. ആ ഹൊറൈസൺ നമ്മൾ ഈ ഹൊറൈസൺ എന്നാണ് പറയുന്നത്. അതായത് എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഉള്ള ഹൊറൈസൺ ആണ് ഈ ഹൊറൈസൺ വരുന്നത്. അപ്പൊ ഒ എ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഇ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒ എ ഇ ബി സി ആൻഡ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ബെഡ് റോക്ക്. അതാണ് ഫൈനൽ ഹൊറൈസൺ വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Then the final question is the disease
ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ബോറോൺ അപ്പോൾ ബോറോൺ കാരണമുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണെന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ ബോറോണിന്റെ പഠിക്കുന്ന സമയത്ത് യൂഷ്വലി പറയുന്നത് ബോറോൺ എഫക്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ക്രോപ്പിന്റെ ഇക്കണോമിക് പാർട്ടിലായിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ബോറോൺ ഡെഫിഷ്യൻസി കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക് പാർട്ടിനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് നമുക്കത് ആ പ്രൊഡ്യൂസ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബോറോൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന 2 ഡിസീസ് ആണ്. ഒന്ന് ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ കെയിനും പിന്നെ ഇന്റേണൽ കോർക്ക് ഓഫ് ആപ്പിൾസും. അപ്പൊ അത് ഓർത്തിരിക്കുക. ബോറോൺ ഡെഫിഷ്യൻസി കാരണം ആണ് നമുക്ക് ഹാർട്ട് റോട്ട് ഓഫ് ഷുഗർ കെയിനും ഇന്റേണൽ കോർക്ക് ഓഫ് ആപ്പിൾസും വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 13 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിനകത്ത് 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് സോയിൽ ഫെർട്ടിലിറ്റിയും തന്നെയാണ്. അതായത് വേറെ ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും നമ്മുടെ ഈ പോർഷനിൽ നിന്നാണ്. അതായത് നമ്മുടെ ഫെർട്ടിലിറ്റി പോർഷൻസിനകത്താണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം 1 or 2 ഒരു ഫിസിക്കൽ സോയിൽ ഫിസിക്സിന്റെ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, പിന്നെ കെമിസ്ട്രി അതായത് SMP ബഫറിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ 1-2 ക്വസ്റ്റ്യൻ വെച്ചിട്ടേ ഉള്ളൂ. ബാക്കി പോർഷനകത്ത് നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സോയിൽ ഫെർട്ടിലിറ്റിയുടെ പോർഷനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് കറക്റ്റ് ആക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്കി ഇല്ലെങ്കിലും നമുക്ക് അടുത്ത വരുന്ന എക്സാംസിൽ നോക്കാം. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക് യു. ഹായ്, ഞാൻ അഗ്രിഗുരുവിൻ്റെ എൻഡമോളജി ഫാക്കൽറ്റി ശ്രുതിയാണ്. സോ ഇന്ന് നമ്മുടെ ഫാം അസിസ്റ്റൻ്റ് എക്സാം ആയിരുന്നു. എക്സാമിന് നമ്മുടെ എൻഡമോളജി പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്നും പറയാൻ പറ്റില്ല. ബേസിക്സ് അറിയാമെന്നുള്ള ആൾക്കാർക്ക് കുറച്ചൊക്കെ ആലോചിച്ച് എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എൻഡമോളജിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following deleteriously affect pest management employing insecticides? സോ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹാംഫുൾ എഫക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ്, സെക്കൻഡ് ഈസ് പ്ലാന്റ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റിസർജൻസ് ആൻഡ് പെസ്റ്റ് റീപ്ലേസ്മെൻറ്റ്. നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് ഇതിൽ വരുന്നത് ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റിസർജൻസ് ആൻഡ് പെസ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ് കേട്ടോ, ഓപ്ഷൻ സി. സോ ഇതിൽ നമ്മുടെ റീസൺ എന്താ വെച്ചാൽ ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ്, നമ്മൾ ഒരുപാട് ഇൻസെക്ടിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻസെക്റ്റ് അതിന് റെസിസ്റ്റൻ്റ് ആവാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു പെസ്റ്റ് റിസർജൻസ് ആണ്. പെസ്റ്റ് റിസർജൻസ് നമ്മളിപ്പോൾ ഒരു കെമിക്കൽ അധികമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദി പെസ്റ്റ് ആഫ്റ്റർ ദ സ്പ്രേ. സോ അതിനെയാണ് നമ്മൾ പെസ്റ്റ് റിസർജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ തേർഡ് ഓപ്ഷൻ പെസ്റ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രൈമറി പെസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് ഒരു ഇൻസെക്ടിസൈഡ് അടിക്കുന്നു, അപ്പോൾ ഒരു സെക്കൻഡറി പെസ്റ്റ് അതിൻ്റെ പോപ്പുലേഷൻ കൂട്ടിയിട്ട് ഒരു പ്രൈമറി പെസ്റ്റ് ആവുന്നു. സോ അതിനെയാണ് നമ്മൾ പെസ്റ്റ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 3 and 4 ആണ് കേട്ടോ, ഓപ്ഷൻ സി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ആക്ട് ഓർ ആക്ട്സ് ബേസ്ഡ് ഓൺ ദി പ്രൊവിഷൻ ഓഫ് വിച്ച് ദി എൻട്രി ഓഫ് എക്സോട്ടിക് പെസ്റ്റ് ടു ഇന്ത്യ ഈസ് ചെക്ക്ഡ്. സോ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ദി ഇൻസെക്ടിസൈഡ്സ് ആക്ട് 1968, സെക്കൻഡ് ഈസ് ദി ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് ആൻഡ് പെസ്റ്റ് ആക്ട് 1940, തേർഡ് ഈസ് ദി എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ നമ്മുടെ എക്സോട്ടിക് പെസ്റ്റിനെ കൺട്രോൾ ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വരുന്ന ഇൻസെക്റ്റ് ആക്ട് എന്ന് പറയുന്നത് ദി ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് ആൻഡ് പെസ്റ്റ് ആക്ട് 1914 ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി 2 only. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ആസ് റോഡൻറ്റിസൈഡ്സ്. ഇതൊരു ഭയങ്കര കോമൺ ആയിട്ട് എല്ലാ എക്സാംസിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റോഡൻറ്റിസൈഡ്സിനെ പറ്റി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റോഡൻറ്റിസൈഡ് എന്നുള്ള ചോദ്യം ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The first option is zinc phosphide, second is zinc phosphate, warfarin and dimilin. So zinc phosphate നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, both 1 and 3. അപ്പോൾ സിങ്ക് ഫോസ്ഫൈഡും വാർഫാറിനും ആണ് കറക്റ്റ് ആൻസർ. സിങ്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു റോഡൻസൈഡ് ഇല്ല. പിന്നെ ഡിമിലിൻ, ഇറ്റ് ഈസ് അൻ ഇൻസെക്ടിസൈഡ്, ഡൈഫ്ലൂബെൻസിറോൺ ആണ്, ഒരു കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് ഡിമിലിൻ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് 1 and 3. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്
the bioagents recommended for the management of coconut rhinoceros beetle at the breeding sites. So options വരുന്നത് Trichogramma chelonis, Oryctes virus, Metarhizium anisopli were major. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോത്ത് 2 and 3. അപ്പോൾ 2 ഈസ് Oryctes virus, അതൊരു വൈറൽ ഫോർമുലേഷൻ ആണ്, ആൻഡ് Metarhizium anisopli അതൊരു ഫംഗസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബോത്ത് 2 and 3 ആണ്. Trichogramma chelonis ഇസ് നോട്ട് യൂസ്ഡ് അഗൈൻസ്റ്റ് റൈനോസറസ് ബീറ്റിൽ, അതൊരു ലെപ്പിഡോപ്റ്ററൻ എഗ് പാരസിറ്റോയിഡ് ആണ്. ഇറ്റ് ഈസ് ഫോർ ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് IPM ആർ കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് വെൻ ദ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഓഫ് ദ പെസ്റ്റ് ക്രോസസ് ETL. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻസെക്ടിസൈഡ്സ് ആർ നെവർ യൂസ്ഡ് ഇൻ IPM. Third statement, management is initiated as soon as the damage by a pest is observed. Fourth is IPM aims to keep the population of the pest below EIL. അപ്പോൾ ഇത് ഈ IPM റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് വരുന്നത് തന്നെയാണ്. മോസ്റ്റ്ലി EIL ETL ഒക്കെ ബേസ് ചെയ്തിട്ട് വരാറുണ്ട്. സോ ഇത് അതിൽ തന്നെ വേറൊരു വേർഷൻ പോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 and 4. അതായത് ETL ക്രോസ് ആകുമ്പോൾ മാനേജ്മെൻറ്റ് എടുക്കണം. പിന്നെ the primary aim is to keep the population of the insect below EIL, എക്കണോമിക് ഇഞ്ചുറി ലെവലിൻ്റെ താഴെ പോപ്പുലേഷൻ നിർത്തുക എന്നുള്ളതാണ് IPMത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. തെറ്റായിട്ടുള്ളത് നമ്മൾ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, പക്ഷേ അത് ഇൻസെക്ടിസൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് IPMൽ. പിന്നെ ഇൻസെക്റ്റിനെ കണ്ടാൽ ഉടനെ തന്നെ മാനേജ്മെൻറ്റ് എടുക്കണം എന്നില്ല, ഒരു പോപ്പുലേഷൻ കൂടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാനേജ് ചെയ്താൽ മതി. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പാരസിറ്റോയിഡ്സ് അക്കറിങ്. സോ ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സ്പീഷീസിലെ ഉള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. മേ ബി ഫോർ ബേസിക് റിസോഴ്സസ് ലൈക്ക് ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടറിന് വേണ്ടിയിട്ടൊക്കെ ഒരേ സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ് കോമ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ ദി ഓപ്ഷൻസ് ആർ സൂപ്പർ പാരസൈറ്റിസം, മൾട്ടിപ്പിൾ പാരസൈറ്റിസം, ഗ്രിഗേറിയസ് പാരസൈറ്റിസം ആൻഡ് സോളിറ്ററി പാരസൈറ്റിസം. സോ ദി ഓപ്ഷൻ, ദി റൈറ്റ് ആൻസർ ഈസ് എ, 1 only, അതായത് സൂപ്പർ പാരസൈറ്റിസം മാത്രമാണ് കേട്ടോ. സൂപ്പർ പാരസൈറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഹോസ്റ്റിൽ തന്നെ ഒരുപാട് തവണ ഓവിപ്പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ, പാരസൈറ്റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർ പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഗ്രിഗേറിയസ് പാരസൈറ്റിസമും ഇതിൽ വരുന്നത് തന്നെയാണ്, അതായത് ഒരു ഹോസ്റ്റിൽ ഭയങ്കര ഗ്രിഗേറിയസ് ആയിട്ട് ഒരുപാടെണ്ണം ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രിഗേറിയസ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഗ്രിഗേറിയസ് പാരസൈറ്റിസം തേർഡ് ഓപ്ഷനാണ്. സോ 3 എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ചോയ്സ് തന്നെ ഈ ഓപ്ഷൻസിലൊന്നുമില്ല. അപ്പോൾ ദി ആൻസർ ഈസ് എ, 1 only. അടുത്തത് 7th ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി മാനേജ്മെൻറ്റ് ഓഫ് റൈസ് പെസ്റ്റ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ലേറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഡ്യൂറിങ് ഫസ്റ്റ് ക്രോപ്പ് റൈസ് റെഡ്യൂസ് ഗാൾമിഡ്ജ് ഇൻഫെസ്റ്റേഷൻ. Second option, avoiding overlapping cultivation reduce rice bug damage. Third statement, draining away water from the field controls rice case swarm. Fourth is, flooding the field is helpful for the management of rice swarming caterpillar. So ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, ലേറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഡ്യൂറിങ് ഫസ്റ്റ് ക്രോപ്പ് റൈസ് റെഡ്യൂസ് ഗാൾമിഡ്ജ് പോപ്പുലേഷൻ. സോ ആക്ച്വലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണത്, അതായത് വി ഷുഡ് അവോയ്ഡ് ലേറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ. ഗാൾമിഡ്ജിൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കണമെങ്കിൽ വി ഷുഡ് ഗോ ഫോർ ഏർലി പ്ലാന്റേഷൻ ആൻഡ് ഏർലി ട്രാൻസ്പ്ലാന്റിങ് ടെക്നിക്സ്. സോ ദി ഇൻകറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. Okay, 8th question is, a technique used to reduce resistant buildup in target pest against BT transgenic cotton. ഇതും റിപ്പീറ്റഡ് ആയിട്ട് BTയുടെ ഏരിയയിൽ നിന്ന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതേപോലത്തെ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ബിൽഡപ്പ് സ്ലോ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതെന്നാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ്റനൻസ് ഓഫ് റെഫ്യൂജിയ ക്രോപ്പ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻസെക്ടിസൈഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽ, സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻസെക്ട് ട്രാപ്പ് ആൻഡ് റിലീസ് ഓഫ് ബയോ കൺട്രോൾ ഏജൻറ്റ്. സോ നമുക്കിതിൽ റെസിസ്റ്റൻസ് സ്ലോ ഡൗൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് റെഫ്യൂജിയ ക്രോപ്പ്. സോ റെഫ്യൂജിയ ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 കോട്ടൺ സീഡ് ഉണ്ടെങ്കിൽ അതിൽ 80 ആയിരിക്കും BT സീഡ്, ബാക്കി 20 നോൺ BT സീഡ് ആയിരിക്കും. സോ ഈ ഒരു നോൺ BT ക്രോപ്പിൽ ഒരു സസെപ്റ്റബിൾ പോപ്പുലേഷൻ, ഒരു സസെപ്റ്റബിൾ പെസ്റ്റിൻ്റെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കും. സോ ഇൻ ദാറ്റ് വേ വി ക്യാൻ റെഡ്യൂസ് the resistant buildup, or we can slow down the resistance buildup. So അതാണ് ഉത്തരം. The option is A, maintenance of refugia crop.
പിന്നെ 9th question is identify the neonicotinoid insecticides among the following. അപ്പോൾ ഓപ്ഷൻസ് 4 ഓപ്ഷനാണ്. അസാഡിറക്റ്റിൻ, ഇമിഡോക്ലോപിഡ്, ഫ്ലൂബെൻഡേബൺ, തേമിതെക്സിം. ഭയങ്കര ഈസിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇപ്പോൾ അസാഡിറക്റ്റിൻ ബൊട്ടാനിക്കലാണ്, നമുക്ക് റിജക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ. പിന്നെ ഫ്ലൂബെൻഡയമൈഡ് ഇറ്റ്സ് ആൻ അമൈഡ് ഗ്രൂപ്പ്. സോ അമൈഡ് ഗ്രൂപ്പും വേറെയാണ്, സോ അതും നമുക്ക് റിജക്റ്റ് ചെയ്യാം. സോ ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസാണ് ഇമിഡാക്ലോപിഡും തേമിതെക്സിം. സോ പ്രിഡ് എന്ന് വരുന്നത് മുഴുവനും നിയോനിക്കോട്ടിൻ്റെ ഗ്രൂപ്പാണ്. തേമിതെക്സിം ഇസ് എല്ലാ ഓപ്ഷൻസിലും 2 ചോയ്സ് ഉണ്ട്. സോ യു ക്യാൻ ഈസിലി ഗോ ഫോർ ദി റൈറ്റ് ആൻസർ. ദി റൈറ്റ് ആൻസർ ഇസ് ഡി, ബോത്ത് 2 and 4. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ഇൻസെക്ട്സ് ആൻഡ് ചൂസ് ദ ഓപ്ഷൻ ഹാവിങ് ഓൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് nerve cord is ventral in position. Second is excretion of nitrogenous waste is mediated by Malpighian tubule. Third is heart is dorsal in position. And fourth is hemolymph transport oxygen. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഇതിൽ ഈസി ആയിട്ട് കിട്ടും. എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജൻ വേസ്റ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ Malpighian tubules and second is hemolymph transport oxygen. ഇവിടെ ഡൗട്ട് വരുന്നത് നമ്മുടെ നെർവ് കോഡിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷനാണ്. സോ നമ്മൾ അനാട്ടോമിയിലോ ഫിസിയോളജിയിലോ നോക്കുകയാണെങ്കിൽ അതിലൊരു ഡയഗ്രാം ഉണ്ട്, ഒരു ക്രോസ് സെക്ഷൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. അതിൽ ദി ഡോർസൽ പൊസിഷൻ ഈസ് ഹാർട്ട്, അതായത് സർക്കുലേറ്ററി സിസ്റ്റം, നടുക്കിൽ എലിമെൻ്ററി കനാൽ, പിന്നെ താഴത്ത് നെർവ് കോഡ്. സോ ഇതാണ് പൊസിഷൻ. സോ ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് വെർ റൈറ്റ്. സോ ദി ഓപ്ഷൻ ഇസ് ഡി, ഓൾ ദി എബ്. സോ ഇത്രയാണ് നമ്മുടെ എൻഡമോളജി ക്വസ്റ്റ്യൻസ്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പറയാൻ ഇല്ല, ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഐ ഗസ് ഓൾമോസ്റ്റ് എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ വി വിൽ വെയിറ്റ് ഫോർ ദ റിസൾട്ട്.